പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ നേരത്തെ പ്രതികരിച്ചു. അൻവർ ഉയർത്തിയത് ഗൗരവമുള്ള വിഷയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ ശശിക്കെതിരായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല, അത് തെളിയിക്കപ്പെടണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ പ്രതികരണം കാണാം. ശശിനെ പറ്റി ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത് അതിൻ്റെ വിഷയങ്ങൾ വരട്ടെ, വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണ്ടല്ലോ. എല്ലാ പരിശോധനയും നടത്തുന്നുണ്ടല്ലോ. ശശിക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റാരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം ഉൾപ്പെടെ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും എന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ പ്രധാനമാണ്. ഞാൻ ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ്. പി.വി. അൻവർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച അത് നീളുന്നുണ്ട്. 12:10 അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയത്. ഇപ്പോൾ സമയം 12:46 ആയിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ പി.വി. അൻവർ എങ്ങനെ പ്രതികരിക്കുന്നു? പി.വി. അൻവറിനോട് മയപ്പെടാൻ ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രീജിത്ത്, ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ നടത്തിയ പ്രതികരണങ്ങൾ, ശശിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നത് എന്തിൻ്റെ സൂചനയായി നമ്മൾ കാണേണ്ടതുണ്ട്? പാർട്ടിക്ക് മുന്നിൽ അത്തരം പരാതികൾ നേരത്തെ കുറച്ച് നാളായി പി ശശിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ പരാതികളിൽ ഇതുവരെ പാർട്ടി നടപടി എടുത്തിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ MLA ആയ CPM സ്വതന്ത്രനാണെങ്കിൽ കൂടി അദ്ദേഹം CPMൻ്റെ MLA ആണ് പി.വി. അൻവർ. അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾ ചെറുതല്ല. അതുണ്ടാക്കിയ അനുരണനങ്ങൾ സർവ്വവ്യാപിയായി മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളിൽ മേൽ ഒരു പരിശോധന നടത്താൻ CPM സംഘടനാപരമായും നിർബന്ധിതമാണ്. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിനെതിരെയും ഒരു സർക്കാർ തല അല്ലെങ്കിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ കഴിയും. എന്നാൽ ശശി ഒരു രാഷ്ട്രീയ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു സർക്കാർ തല അന്വേഷണം നടത്താൻ കഴിയില്ല. ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ സംഘടനാപരമായ നടപടിയിൽ പരിശോധനകളുമാണ് ശശിയുടെ കാര്യത്തിൽ സംഭവിക്കേണ്ടത്. ആ പരിശോധനയ്ക്ക് CPM നേതൃത്വം തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ്റെ വാക്കുകൾ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ അത്തരം പരിശോധനയിലേക്ക് CPM കടക്കേണ്ടി വരും. അതിനുള്ള സമ്മർദ്ദം പാർട്ടിക്ക് മുന്നിലുമുണ്ട്. പാർട്ടിയുടെ വിവിധ ശ്രേണികളിൽ നിന്ന് അത്തരം പരാതികൾ പാർട്ടി നേതൃത്വത്തിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള സമയത്തിലേക്ക് മാറ്റി. അപ്പോൾ അൻവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കണം ഒരുപക്ഷെ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുക എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥം പാർട്ടിയും ഇക്കാര്യത്തെ സഗൗരവം സശ്രദ്ധം നിരീക്ഷിക്കുന്നു എന്ന് വേണം കരുതാൻ. ടി.പി. രാമകൃഷ്ണനും വാർത്താ സമ്മേളനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായുകയല്ല. അപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ളത് പറയുക എന്നൊരു ഉദ്ദേശം കൂടിയും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഔദ്യോഗിക പക്ഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പാർട്ടിക്കകത്ത് ഉയരുന്ന ഒരു അധികാര കേന്ദ്രമായി പി ശശി വളരുന്നു എന്ന സംശയം, അങ്ങനെയെങ്കിൽ അത് അനുവദിച്ചുകൂടാ എന്ന നിലപാടിലേക്ക് ഔദ്യോഗിക പക്ഷം ഒരുമിച്ചെത്തുന്നു എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ടോ ശ്രീജിത്ത്? സ്മൃതി, ടി.പി. രാമകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത് നിയമിതനായ ശേഷം അദ്ദേഹത്തിന് കോഴിക്കോട് പ്രസ് ക്ലബ്ബ് ഒരു മീറ്റ് ദ പ്രസ് പരിപാടിക്ക് ക്ഷണിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടായിരിക്കണം ടി.പി. രാമകൃഷ്ണൻ ഈ കാര്യം പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ടി.പി. രാമകൃഷ്ണന്റെ ഒരു പ്രകൃതം വെച്ചാൽ അങ്ങോട്ട് ഒരു കാര്യം തുറന്ന് പറയുക എന്ന് കരുതുക വയ്യ. ചോദ്യങ്ങൾക്ക് മാത്രമുള്ള ഉത്തരങ്ങളായിരിക്കണം ഇക്കാര്യങ്ങൾ വന്നത്. അല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പൊതു രാഷ്ട്രീയ സ്ഥിതി അവലോകനം ചെയ്തിട്ടുള്ള പ്രതികരണം മാത്രമേ ആമുഖമായി വന്നിരിക്കാൻ സാധ്യതയുള്ളൂ. ഇതിലൊരു പ്രത്യേകത, ഇവരാരും തന്നെ പി.വി. അൻവറിനെ തള്ളുന്നില്ല എന്നുള്ളതല്ലേ ശ്രീജിത്ത്? പി.വി. അൻവറിനെ തള്ളുന്നില്ല. പി.വി. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവത്തിലുള്ളതാണ്, അത് പരിശോധിക്കപ്പെടണം എന്ന് പറയുന്നത് പാർട്ടി സമ്മേളന കാലയളവിലാണ്. അത് ADGP MR അജിത് കുമാറിലേക്ക് മാത്രം ഒതുക്കുന്ന ഒരു വിഷയമല്ല. അതിനപ്പുറം MR അജിത് കുമാറും മറ്റൊരു അധികാര കേന്ദ്രവും ചേർന്ന് അവിടെ സൂപ്പർ മുഖ്യമന്ത്രി ആയി പ്രവർത്തിക്കുന്നു പി ശശി എന്നുള്ള ആരോപണം പാർട്ടിക്കകത്തു നിന്ന് തന്നെ നേരത്തെ ഉയർന്നിട്ടുള്ളതാണ്. അങ്ങനെ സൂപ്പർ മുഖ്യമന്ത്രിയായി പി ശശി പ്രവർത്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ പരാതികൾ മുഖ്യമന്ത്രിയിലേക്ക് എത്താതെ തടസ്സപ്പെടുത്തുമ്പോൾ അതിനൊരു അവസാനം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്ക് പാർട്ടി തന്നെ ആലോചിക്കുന്നു. അതിന് പി.വി. അൻവറിനെ രംഗത്തിറക്കുന്നു എന്ന രൂപത്തിൽ കാണാമോ?
സ്മൃതി, PV അൻവറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സർക്കാരിനോ പാർട്ടിക്കോ കഴിയില്ല. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ഔന്നിത്യമോ ഒരു പ്രാധാന്യമോ ഉള്ളതുകൊണ്ടല്ല. അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായ ചില പ്രശ്നങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെപ്പറ്റി പൊതുസമൂഹത്തിൽ ശക്തമായ അവബോധമുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിൻ്റെ വഴിവിട്ട പ്രവർത്തനങ്ങളാണ്. മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയായിരിക്കെ SP സുജിത് ദാസ് നടത്തിയ ആ ഇടപെടലുകൾ, അവിടെ കേസുകളുടെ എണ്ണം മറ്റും വർദ്ധിപ്പിച്ച് സാധാരണ ജനങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഡാൻസ് ഓഫ് ടീമും മറ്റും സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടുന്നതിലും അതിൽ നിന്ന് പിടിക്കുന്ന സ്വർണം തട്ടിയെടുക്കുന്നതിലും ആയിരുന്നു കൂടുതൽ ശ്രദ്ധ വെച്ചത് എന്ന ആക്ഷേപം PV അൻവർ ഉന്നയിക്കുന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ ഒരു സർക്കാരിന് ഒരു സംഘടനാ സംവിധാനത്തിന് എങ്ങനെ തള്ളാൻ കഴിയും? മറ്റൊന്ന്, സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെ പറ്റിയാണ് PV അൻവർ ആരോപിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് തള്ളാൻ കഴിയുക? സർക്കാരിനെയും പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വകാര്യ വെബ്സൈറ്റിൻ്റെ ഉടമയെ പിടികൂടുന്ന കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ നടത്തി അയാൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകി അയാളുടെ കുടുംബത്തിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും അൻവർ ഉയർത്തുന്നുണ്ട്. അതെങ്ങനെ ഒരു സർക്കാരിന്, ഒരു സംഘടനാ സംവിധാനത്തിന്, ഒരു പാർട്ടിക്ക് അവഗണിക്കാൻ കഴിയും? ഇത്തരം കാതലായ പ്രശ്നങ്ങളാണ് PV അൻവർ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളോട് ഏറ്റവും സക്രിയമായി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട്, ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അത് പാർട്ടി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനുള്ള ബാധ്യത സർക്കാരിനും പാർട്ടിക്ക് മുന്നിൽ വന്നു നിൽക്കുന്നു. അതിനോട് മുഖം തിരിഞ്ഞു നിന്നാൽ ഇനിയും വലിയ തിരിച്ചടികൾ CPM-നെയും സർക്കാരിനെയും കാത്തിരിക്കുന്നു എന്നതാകും ഫലം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനുകൂല പ്രതികരണങ്ങൾ വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.